ഡിസംബർ മാസത്തിൽ കുറെ കിഡ് സിനിമകളും സീരീസുകളും ഒക്കെ റിലീസ് ആവുന്നുണ്ട്. എന്റെ ഫേവറേറ്റ് ടൈമാണ് ഈ ക്രിസ്മസ് സീസൺ എന്നുള്ളത്. അപ്പൊ ക്രിസ്മസ് സ്പെഷ്യൽ റിലീസ് പടങ്ങൾ വേറെയും വരുന്നുണ്ട്. സോ 30+ അപ്കമിംഗ് ഫിലിംസ് ആൻഡ് സീരീസ് ആണ് ഡിസംബറിലുള്ളത്. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സോ ലെറ്റ് us start Maggie. Wildfire. ഡിസംബർ 5-ാം തീയതിയാണ് പുഷ്പയുടെ രണ്ടാം ഭാഗം പുഷ്പ 2 ദ റൂൾ റിലീസ് ആവുന്നത്. അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ, രശ്മിക മന്ദാന തുടങ്ങിയവർ താരനിരയിൽ. ദേവി ശ്രീ പ്രസാദിന്റെ മ്യൂസിക്, സുകുമാറിന്റെ സംവിധാനം. ഇത്തവണ ഫഹദ് ഫാസിൽ ആദ്യം മുതൽ കാണുവോടെ? പാർട്ടി ഉണ്ട് പുഷ്പ. ബ്ലാക്ക് ഡോഗ്സ് ഇംഗ്ലീഷ് ആക്ഷൻ അഡ്വഞ്ചർ സീരീസ് ആണ്. ഇത് നെറ്റ്ഫ്ലിക്സിൽ ഡിസംബർ 5-ന് സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അഗ്നി എന്ന ഹിന്ദി ആക്ഷൻ മൂവി ആമസോൺ പ്രൈം വീഡിയോയിൽ ഡിസംബർ 6-ന് ഡയറക്ട് OTT റിലീസ് ആകും. Y2K A24 പ്രൊഡക്ഷൻസിന്റെ ഒരു ഡിസാസ്റ്റർ കോമഡി മൂവിയാണിത്. ഇത് ഡിസംബർ 6-ന് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഇന്ത്യയിൽ റിലീസ് ഉണ്ടോ എന്ന് അറിയില്ല. നൈറ്റ് ബീച്ച് എന്ന ഇംഗ്ലീഷ് ബോഡി ഹൊറർ പടവും 6-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഇംഗ്ലീഷ് ക്രൈം ഡ്രാമ സീരീസ് ദ സ്റ്റിക്കി ആമസോൺ പ്രൈം വീഡിയോയിൽ ഡിസംബർ 6-ന് സ്ട്രീമിംഗ് ആരംഭിക്കും. സീക്രട്ട് ലെവൽ ഇതൊരു ആനിമേറ്റഡ് ആന്തോളജി സീരീസ് ആണ്. ഇത് ഡിസംബർ 10-ന് പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ദ ഓഡിറ്റേഴ്സ് എന്ന കൊറിയൻ ഡ്രാമ സീരീസ് ഡിസംബർ 11-ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആകും. 100 Years of Solitude പാർട്ട് 1 ഒരു സ്പാനിഷ് ഫാന്റസി ഡ്രാമ സീരീസ് ആണ്. ഇത് ഡിസംബർ 11-ന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മാർവൽ സൂപ്പർ ഹീറോ മൂവി ക്രാവൻ ദ ഹണ്ടർ ഡിസംബർ 13-ന് തിയേറ്ററുകളിൽ റിലീസ് ആകും. കന്നഡ താരം രാജ്വി ഷെട്ടി, അപർണ ബാലമുരളി തുടങ്ങിയവർ അഭിനയിച്ച മലയാളം സർവൈവൽ ത്രില്ലർ രുധിരം ഡിസംബർ 13-ന് തിയേറ്ററുകളിൽ റിലീസ് ആകും. ജിഷോ ലോൺ ആന്റണിയാണ് ഈ പടത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. ട്രെയിലറൊക്കെ വളരെ നൈസ് ആയിരുന്നു. ഞാൻ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന ഈ മാസത്തെ ഒരു സിനിമയാണ് രുധിരം. 12th ഫെയിലിന്റെ പ്രീക്വൽ സീറോ ടു റീസ്റ്റാർട്ട് ഡിസംബർ 13-ന് തിയേറ്ററുകളിൽ റിലീസാകും. മനോജ് ബാജ്പേയി അഭിനയിച്ച ഹിന്ദി ത്രില്ലർ ഡെസ്പാച്ച് ഡിസംബർ 13-ന് C5-ൽ ഡയറക്ട് OTT റിലീസ് ആവുന്നുണ്ട്. ക്യാരി ഓൺ എന്ന ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ മൂവിയും ഡയറക്ട് OTT റിലീസായിട്ട് ഡിസംബർ 13-ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. 1992 എന്ന സ്പാനിഷ് ത്രില്ലർ സീരീസ് 13-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആകും. A24-ന്റെ ത്രില്ലർ മൂവി ഹെററ്റിക് കഴിഞ്ഞ മാസം US-ൽ റിലീസായതാണ്. ഈ പടം ഡിസംബർ 13-ന് ഇന്ത്യയിൽ തിയേറ്ററുകളിൽ റിലീസാകും. ഡേർട്ടി ഏഞ്ചൽസ് എന്ന ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ മൂവി ഡിസംബർ 13-ന് തിയേറ്ററുകളിൽ റിലീസാകും. ത്രില്ലർ സീരീസായ ഡക്സ്റ്റർ ഒറിജിനൽ സിൻ പാരമൗണ്ട് പ്ലസിൽ ഡിസംബർ 13 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ക്രിസ്മസ് റിലീസുകൾ ഡിസംബർ 20 മുതൽ തുടങ്ങുകയാണ്. മലയാളത്തിൽ നിന്ന് 4 പടങ്ങൾ വരുമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തമിഴിൽ നിന്ന് ഒരെണ്ണമായിരിക്കും മെയിനായിട്ട് റിലീസ് ആവുന്നത്. വെട്രിമാരന്റെ വിടുതലൈ പാർട്ട് 2 ക്രിസ്മസിന് മുമ്പ് ഡിസംബർ 20-നാണ് റിലീസ് ചെയ്യുന്നത്. വിജയ് സേതുപതി, സൂരി, മഞ്ജു വാര്യർ, ഗൗതം വാസുദേവ് മേനോൻ ഉൾപ്പെടെ വമ്പൻ താരനിരയുള്ള പടത്തിന്റെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് ഇളയരാജയാണ്. ഹനീഫ് അദേനി, ഉണ്ണിമുകുന്ദൻ ടീമിന്റെ മലയാളം ആക്ഷൻ ത്രില്ലർ മാർക്കോ ഡിസംബർ 20-ന് തിയേറ്ററുകളിൽ റിലീസാകും. മിഖായൽ സിനിമയിലെ വില്ലനായ മാർക്കോയുടെ സ്റ്റാൻഡ് അലോൺ മൂവിയാണിത്. ജഗദീഷ്, കബീർ ദുഹാൻ സിംഗ് തുടങ്ങിയവരും പടത്തിലുണ്ട്. രവി ബാസ്രൂറിന്റേതാണ് മ്യൂസിക്. ടീസറൊക്കെ കിടുവായിരുന്നു. ഈ മാസത്തെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഐ ആം വെയിറ്റിംഗ്. ഡിസ്നിയുടെ ലയൺ കിങ്ങിന്റെ പ്രീക്വൽ മുഫാസ ദ ലയൺ കിങ് ഡിസംബർ 20-ന് തിയേറ്ററുകളിൽ റിലീസാകും. നാരായണീന്റെ 3 ആൺമക്കൾ എന്ന മലയാളം പടവും ഡിസംബർ 20-ന് തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട്. കന്നഡ ആക്ഷൻ ത്രില്ലർ UI ഡിസംബർ 20-ന് തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട്. ദ 688 എന്ന വാർ ഡ്രാമ മൂവി നെറ്റ്ഫ്ലിക്സിൽ ഡിസംബർ 20-ന് റിലീസാവുന്നുണ്ട്. റോബിൻ ഹുഡ് എന്ന തെലുങ്ക് ആക്ഷൻ മൂവി ഡിസംബർ 20-ന് തിയേറ്ററുകളിൽ റിലീസാകും. ഇനി ക്രിസ്മസ് ദിനത്തിൽ അതായത് ഡിസംബർ 25-ന് മോഹൻലാലിന്റെ ബാരോസ് ഗാർഡിയൻ ഓഫ് ട്രഷർ റിലീസാകും. 3Dയിലാണ് പടം വരുന്നത്. മോഹൻലാൽ ആദ്യമായിട്ട് സംവിധായകന്റെ കുപ്പായം അണിയുകയാണ്. സന്തോഷ് ശിവന്റേതാണ് ക്യാമറ. കൂടുതലും ഇംഗ്ലീഷ് താരങ്ങളൊക്കെയാണ് പടത്തിലുള്ളത്. മോഹൻലാലിന്റെ ഫാൻസിനും കുട്ടികൾക്കും ഏറെ പ്രതീക്ഷയുള്ള ഒരു പടമാണിത്. ക്രിസ്മസിന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു മലയാള സിനിമ ബേസിൽ ജോസഫിന്റെ പ്രാവിൻകൂട് ഷാപ്പാണ്. ശ്രീരാജ് ശ്രീനിവാസനാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ബേസിലിനൊപ്പം സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് ജോസ്, രേവതി, ചാന്ദിനി ശ്രീധരൻ തുടങ്ങിയ വലിയ താരനിര പടത്തിലുണ്ട്. റിലീസ് ഡേറ്റ് കൺഫേം ആയില്ല. ഡിസംബറിൽ വരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും ഡിസംബർ 20 അല്ലെങ്കിൽ 25-ന് പടം എത്തും എന്നാണ് വിചാരിക്കുന്നത്. എനിക്കേറെ പ്രതീക്ഷയുള്ള ഒരു പടമാണിത്. തെരിയുടെ ഹിന്ദി റീമേക്കായ വരുൺ ധവാൻ അഭിനയിച്ച ബേബി ജോൺ ഡിസംബർ 25-ന് തിയേറ്ററുകളിൽ റിലീസാകും. കീർത്തി സുരേഷാണ് നായിക. കിച്ച സുദീപിന്റെ മാക്സ് എന്ന കന്നഡ ആക്ഷൻ മൂവിയും ഡിസംബർ 25-ന് തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട്. A24-ന്റെ ഇറോട്ടിക് ത്രില്ലർ ബേബി ഗേൾ ഡിസംബർ 25-ന് തിയേറ്ററുകളിൽ റിലീസാകും. സ്ക്വിഡ് ഗെയിമിന്റെ സെക്കൻഡ് സീസൺ സ്ക്വിഡ് ഗെയിം പാർട്ട് 2 ഡിസംബർ 26-ന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ആക്ഷൻ ആനിമേറ്റഡ് മൂവി സോണിക് ദ ഹെഡ്ജ് ഹോഗ് പാർട്ട് 3 ഡിസംബർ 27-ന് തിയേറ്ററുകളിൽ റിലീസാകും. കൂടാതെ യുവർ ഫോൾട്ട് എന്ന റൊമാന്റിക് മൂവി പ്രൈം വീഡിയോയിൽ ഡിസംബർ 27-ന് റിലീസാകും. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസത്തിൽ റിലീസാവുന്ന പ്രധാനപ്പെട്ട പടങ്ങൾ, സീരീസുകൾ ഒക്കെ. വേറെ ഏതെങ്കിലും എക്സ്ട്രാ വരാൻ കൂടി സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഇതിൽ
കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന പടം അല്ലെങ്കിൽ സീരീസ് ഏതാണെന്നും അതുപോലെ ഞാൻ ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. അങ്ങനെ ഈ വർഷം ആദ്യം വാലിബൻ മുതൽ ഇപ്പോൾ ബാരോസ് വരെ 2024 പെട്ടെന്ന് അങ്ങ് പോയി അല്ലേ. അപ്പോൾ ശരി എന്നാൽ.